അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഗോവയിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് തന്നെയാണ് തെജ്പാലിന്റെ വാദങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി പെൺകുട്ടി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. സ്വന്തം ശരീരത്തിന്റെയും ജീവിതത്തിന്റെയും നിയന്ത്രണം തങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് ഉറപ്പുവരുത്താനാണ് ഓരോ സ്ത്രീയും പോരാടുന്നത്. ആ പോരാട്ടം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിത ചിന്താഗതികളെക്കാൾ വിശാലമാണെന്നും പെൺകുട്ടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതുകൊണ്ട് സ്ത്രീ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളെ വഴിതിരിച്ചുവിടരുതെന്നും രാഷ്ട്രീയ പാർട്ടികളോട് പെൺകുട്ടി അഭ്യർത്ഥിച്ചു. സ്ത്രീക്ക് സ്വമേധയാ തീരുമാനങ്ങളെടുക്കാനാവില്ലെന്ന ധാരണ പൊതുരംഗത്ത് ശക്തമാണെന്നതുകൊണ്ടാണ് തന്റെ പരാതിക്ക് മേൽ ബാഹ്യപ്രേരണ ആരോപിക്കുന്നത്. തേജ്പാലിനെതിരായ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളാണെന്ന വാദം തെറ്റാണ്. അഭിമാനം സംരക്ഷിക്കുന്നതിനും തന്റെ ശരീരം തന്റേത് മാത്രമാണെന്നും മറ്റാർക്കെങ്കിലും കളിക്കാനുള്ള ഉപകരണമല്ല അതെന്നും ഉറപ്പുവരുത്താനാണ് ഈ പോരാട്ടം. അതേസമയം തരുൺ തേജ്പാലിന്റെ പോരാട്ടം അയാളുടെ സ്വാധീനവും പണവും അധികാരവും സംരക്ഷിക്കാനാണെന്നും പെൺകുട്ടി പറഞ്ഞു. നിയമപരമായി നോക്കുകയാണെങ്കിൽ തേജ്പാൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. പുതിയ നിയമമനുസരിച്ച് പീഡനത്തിന്റെ നിർവചനം വിശാലമാണ്. ആ നിയമം വ്യക്തിഭേദമന്യേ നടപ്പിലാക്കണമെന്നും വനിതാ മാധ്യമ പ്രവർത്തക ആവശ്യപ്പെട്ടു. തെഹൽക്കയിലെ ജോലി തന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായ ഏക താങ്ങാണ്. അത് നഷ്ടപ്പെട്ടു. സത്യം വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ഇരകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് ഈ സംഭവം തന്നെ ബോധ്യപ്പെടുത്തുന്നു. മീഡിയ 1 ഡൽഹി.